ഹലോ ഗൈസ്, സുഖാണല്ലോ അല്ലേ? എന്റെ കയ്യിലിരിക്കുന്ന പേപ്പറും പിന്നെ സ്കെയിലും കത്രികയൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഇത്തിരി താമസിച്ചിട്ടാണെങ്കിലും ഞാനും ഉണ്ടാക്കിയ ഒരു വിഷൻ ബോർഡ്. 2025 കഴിയാറായപ്പോ തൊട്ടേ എവിടെ നോക്കിയാലും വിഷൻ ബോർഡാണ്. ഇൻസ്റ്റ എടുത്താലും യൂട്യൂബ് എടുത്താലും പിൻട്രസ്റ്റ് എടുത്താലും എല്ലായിടത്തും വിഷൻ ബോർഡ്. 2025 ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ ഇതുപോലെ വിഷൻ ബോർഡായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ ക്യാൻവയിലിട്ട് എഡിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് എന്റെ ഫോൺ ഗാലറിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം വാൾപേപ്പർ ഒക്കെ ആയിട്ട് ഇട്ടാണ്. പിന്നെ അതൊക്കെ വാൾപേപ്പർ ഒക്കെ മാറി എന്റെ ഗാലറിയുടെ ഏതോ ഒരു മൂലയ്ക്ക് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ വട്ടം ഒരു ആഗ്രഹം എനിക്ക് ഇത്തവണ ഒരു ബോർഡായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്താണ്. ആഗ്രഹം തോന്നിയ പാടി ഞാൻ പോയി കുറച്ച് കളർ പ്രിന്റ് ഒക്കെ അങ്ങ് എടുത്തു. അങ്ങനെ പ്രിന്റും ഒക്കെ ആയിട്ട് നേരെ മുറിക്കാനിരുന്നു. കുറച്ച് നേരമൊക്കെ കത്രി കൊണ്ട് മുറിച്ചു. പിന്നെ മനസ്സിലായി കത്രി കൊണ്ട് മുറിച്ച പരിപാടി കഴിയില്ല എന്നുള്ള. പിന്നെ ഞാൻ പേപ്പർ കട്ട് കൊണ്ടാണ് ഫുള്ള് കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ എല്ലാം മുറിച്ച് വെട്ടിക്കൂട്ടി അടുത്ത് വെച്ച് പശയൊക്കെ എടുത്ത് ഒട്ടിക്കാനിടുന്ന ഈ കട്ട് ചെയ്ത് വെച്ചതെല്ലാം കൂടെ ഒട്ടിക്കാൻ ഒരു ബോർഡ് വേണമല്ലോ. ആ നേരം വരെ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ബോർഡ് വേണമെന്നുള്ള കാര്യം എന്റെ മനസ്സിലേ ഇല്ല. പിന്നെ ഞാൻ വീട് മൊത്തം തപ്പിച്ചെന്നപ്പോൾ ഈ ഒരു കേക്കിന്റെ ബോർഡ് കിട്ടി. ഇത് ഞാൻ പണ്ട് എപ്പോഴും എന്തോ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനായിട്ട് വെച്ച. അതെന്തായാലും എനിക്ക് ഇപ്പോൾ ഉപകാരപ്പെട്ടു. ഇത് എങ്ങനെ ഒട്ടിക്കണം, ഏത് രീതിയിൽ ഒട്ടിക്കണം എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. എന്റെ മനസ്സിൽ തോന്നിയാലൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ ഒട്ടിച്ചു. എന്റെ ആഗ്രഹങ്ങൾ വലുതും പക്ഷെ എന്റെ കയ്യിരിക്കുന്ന ബോർഡും ചെറുതായതുകൊണ്ട് കുറെ ഒന്നും ഒട്ടിക്കാൻ പറ്റും. എന്തായാലും കുറച്ചു നേരം കഷ്ടപ്പെട്ടെങ്കിലും 2026 എന്റെ വിഷൻ ബോർഡ് റെഡി ആയിട്ട്. ഇനി 26ന്റെ എൻഡിൽ നമുക്ക് നോക്കാം എന്തൊക്കെ നടന്നു എന്തൊക്കെ നടന്നില്ല. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരേക്കും ബൈ.